ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പുതിയൊരു സബ്ജക്റ്റിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്ന പുതിയൊരു സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റിൻ്റെ ഒരു സിലബസാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നോക്കാം. നിങ്ങളുടെ പേപ്പറിൻ്റെ പേര് ഇൻകം ടാക്സ്. ഇത് ഒരു 60% പ്രോബ്ലവും 40% തിയറി ആയിട്ട് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഇത് നിങ്ങൾക്ക് കാണാം, ഇത് 5 മൊഡ്യൂളായിട്ടുള്ളത്. ഫസ്റ്റ് മൊഡ്യൂളിൽ അതായത് എന്താണ് ടാക്സ്, എന്താണ് ഇൻകം ടാക്സ്, അതിൻ്റെ ബേസിക് കോൺസെപ്റ്റുകളൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എന്താണ് ഇൻകം ടാക്സ്, അഗ്രികൾച്ചറൽ ഇൻകം, പേഴ്സൺ അസസി, അസസ്മെൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ, ഗ്രോസ് ടോട്ടൽ ഇൻകം, മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എല്ലാ വർഷം എസ്സേക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം, എക്സംപ്റ്റഡ് ഇൻകം അണ്ടർ സെക്ഷൻ 10. ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം അണ്ടർ ഡിഫറെൻറ്റ് ഹെഡ്സ്. അപ്പോൾ ഇൻകം ടാക്സ് 5 ഹെഡിലായിട്ടാണ് വരിക. അതിലൊന്നാമത്തെ ഹെഡാണ് സാലറീസ്. സാലറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അലവൻസ്, പെർക്വിസൈറ്റ്, പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി, ഗ്രാറ്റുവിറ്റി, പെൻഷന്, ഇൻകം. അതാണ് ഒന്നാമത്തെ ഹെഡ്. ഒന്നാമത്തെ മെയിൻ ഹെഡാണ് സാലറീസ്, ഇൻകം ഫ്രം സാലറീസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഹെഡാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ ഒന്നാമത്തത് ഇൻകം ഫ്രം സാലറിയാണ്. രണ്ടാമത്താണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. രണ്ടാമത്തെ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആനുവൽ വാല്യൂ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി, കമ്പ്യൂട്ടേഷൻ ഓഫ് അണ്ടർ ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസസ്, അതൊക്കെയാണ് മൊഡ്യൂൾ 2 വരുന്നത്. ഇനി മൊഡ്യൂൾ 3 നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ്. അതാണ് മൂന്നാമത്തെ ഹെഡ്. ആകെ 5 ഹെഡാണുള്ളത്. ഇൻകം ഫ്രം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ 5 ഹെഡ്. ഒന്നാമത്തത് ഇൻകം ഫ്രം സാലറി, രണ്ടാമത്തെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, മൂന്നാമത്തത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻസ് എന്നുള്ള മൂന്നാമത്തെ ഹെഡ്. അപ്പോൾ അതും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നത്, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻസ്. അവിടെ വരുന്ന അലവൻസുകൾ, പ്രൊവിഷൻ റേറ്റ്, ഡിപ്രീസിയേഷൻ, ഇതൊക്കെയാണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. നാലാമത്തെ മൊഡ്യൂളിൽ നാലാമത്തെ ഹെഡായ ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ അവിടെ വരുന്ന ക്യാപിറ്റൽ അസറ്റ്, ലോങ് ടേം, ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റുകൾ, ട്രാൻസ്ഫർ, കോസ്റ്റ് ഓഫ് എക്വിസിഷൻ, ഇതൊക്കെയാണ് നാലാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. അഞ്ചാമത്തെ മൊഡ്യൂളിലാണ് ഇവിടെ ഒരു ഹെഡും കൂടിയുണ്ട്, ഇൻകം ഫ്രം അതർ സോഴ്സ്. അഞ്ചാമത്തെ ഹെഡായ ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പോൾ ആകെ 5 ഹെഡുകളാണ് നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. മെയിനായിട്ട് ഒന്നാമത്തെ ഇൻകം ഫ്രം സാലറി, രണ്ടാമത്തെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, മൂന്നാമത്തെ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻസ്, നാലാമത്തത് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, അഞ്ചാമത്തത് ഇൻകം ഫ്രം അതർ സോഴ്സ്. പിന്നെ ലാസ്റ്റ് അതിൻ്റെ കമ്പ്യൂട്ടേഷൻസ് ഒക്കെയാണ് അഞ്ചാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് കമ്പ്യൂട്ടേഷൻസ്, ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്ന ഇൻക്ലൂഡിങ് അസസീസ്, ടോട്ടൽ ഇൻകം, അഗ്രിഗേഷൻ ഓഫ് ഇൻകം, സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്, ഇതൊക്കെയാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സിലബസ് ഏകദേശം മനസ്സിലാക്കിയാൽ തന്നെ ഇതിൻ്റെ ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ നോട്ട്സൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുക. മെയിൻ പോയിൻ്റൊക്കെ എഴുതി വെച്ചാൽ തന്നെ ആദ്യത്തെ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് തോന്നാവുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റും കൂടിയാണ്
ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഇൻകം ടാക്സ്, ലോ ആൻഡ് പ്രാക്ടീസസ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ നിങ്ങളുടെ സബ്ജക്റ്റ് ഇത് നോക്കുക, ഇൻകം ടാക്സ് ആണ്. ഓക്കെ, താങ്ക് യു.